ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും J2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടർബോ സിനിമ കണ്ടതിന് ശേഷമുള്ള ആദ്യത്തെ നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന് സിനിമ കാണാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടുതൽ ലൈക്ക് ചെയ്തിട്ടാൽ കൂടുതൽ റീച്ച് കിട്ടിയേനെ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ടർബോ സിനിമയെ പറ്റി ആദ്യം തന്നെ പറയാനുള്ളത്, ഒരു മാസ് മസാല സിനിമ കാണാനായിട്ട് നമ്മൾ വലിയ അടിപിടി ഒന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിൽ ഫസ്റ്റ് ഹാഫിൽ വലിയ അടിപിടി ഒന്നും ഇല്ലെങ്കിലും സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് ഫുള്ള് വേറൊരു മൂഡിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് രാജ്വി ഷെട്ടി മമ്മൂക്ക കോംബോയിൽ വരുന്ന ഒരുപാട് സംഭവവാസങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കട്ടയ്ക്ക് കട്ട മത്സരത്തിൽ അങ്ങോട്ട് നമ്മളെ ഏവരെയും ത്രില്ലടിപ്പിച്ച് കോരിത്തെറിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയായിരുന്നു നമുക്ക് സെക്കൻഡ് ഹാഫിൽ കണ്ടത്. ഫസ്റ്റ് ഹാഫ് പക്ഷേ ഇങ്ങനെ കുടുംബ പശ്ചാത്തലം കാണിക്കുന്നു, ആ ഒരു സിനിമ ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊണ്ടുവരുന്നു, ഓരോ ട്രാക്കിൽ ഇങ്ങനെ എന്തൊക്കെയാണ് സംഭവവികാസങ്ങൾ ആ കഥയുടെ ഒരു ട്രാക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് മുറിച്ചിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് എൻഡ് ഭാഗത്ത് ഫസ്റ്റ് ഹാഫിന്റെ എൻഡ് ഭാഗത്ത് നമുക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി അടുത്ത വിഷയത്തിലേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ കയറി അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേന് ഓരോ കാര്യങ്ങളും ചലനാത്മകമായിട്ട് വേറൊരു മൂഡിലേക്ക് ഇങ്ങനെ ആ ഒരു വില്ലന്റെ ഒരു വില്ലനസം ഒക്കെ കാണിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഫസ്റ്റ് ഹാഫിൽ ആ വില്ലന്റേതായ ഒരു സ്വഭാവ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ചില ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു മാരക ഐറ്റം തന്നെ ഈ വില്ലന്റേതായ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. തമിഴ്നാടിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ചെന്നൈ സിറ്റിയെ മൊത്തത്തിൽ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു വലിയൊരു ലോബിയുടെ ഒരു റിയൽ സാധനം നമുക്ക് എങ്ങനെ എഫക്ട് ചെയ്യുന്നു ആ തരത്തിൽ തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു നിലവാരമായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ആ ഒരു BGM ക്രിസ്റ്റോസീഫിയന്റെ ആ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞേ പറ്റൂ. കാരണം മ്യൂസിക്കും ആ ഒരു BGM ഒക്കെ ഉണ്ടല്ലോ, നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു BGM മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സിനിമയിൽ അനുഭവിക്കാൻ സാധിക്കും. പിന്നെ മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥ കുഴപ്പമില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വൈശാഖേട്ടന്റെ സ്ഥിരം സംവിധാനത്തിലുള്ള ഒരു കുറേ സംഭവങ്ങളുണ്ട്, കാർ റേസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ, അത് നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റണ്ടൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം പ്രായമായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരം അത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സ്റ്റണ്ടിൽ, അതൊക്കെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബിന്ദു പണിക്കറാണ് മറ്റൊരു കേന്ദ്ര കഥാപാത്രം. പിന്നെ നിരഞ്ജന, പിന്നെ നമ്മളുടെ കുറേ അധികം താരങ്ങൾ, ഗുഹാൻ വന്നു പോകുന്നുണ്ട്, ഒരു ഹിന്ദി നടൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിൽ നമ്മൾ കബാഡി സിനിമയിൽ കണ്ടതുപോലെ തന്നെ വേറൊരു പതിപ്പ് സാധനം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ട് ഈ താരനിരകളെല്ലാം കൂടെ വലിയൊരു നമ്മുടെ മലയാള സിനിമ അല്ലാതെ മറ്റു ഭാഷകളിലൊക്കെ കാണുന്ന ഒരു സ്റ്റണ്ട് സാധനം ഉണ്ടല്ലോ, നല്ല കിടുക്കാച്ചി വേറൊരു വിഷ്വൽ ട്രീറ്റ് തരുന്ന രീതിയിൽ നല്ല വിഷ്വൽ അല്ലെങ്കിൽ നല്ല BGM-ഉം നല്ല സ്റ്റണ്ടും വേറൊരു വൈബിലേക്ക് സിനിമയുടെ ഒരു റേഞ്ച് മാറ്റുന്ന രീതിയിൽ നല്ല ആഘോഷിച്ച് ആർത്തുല്ലസിച്ച് ഫാൻസുകാർക്ക് പ്രത്യേകിച്ചും കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടും പിന്നെ കുടുംബ പ്രേക്ഷകരെ അടുപ്പിക്കുന്നതിന് വേണ്ടി കുറേയധികം ജിമിക് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റണ്ട് സിനിമകൾ ഇങ്ങനെ കണ്ടു പോകാം. അതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി മൊത്തത്തിൽ തോന്നിയിട്ടുള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു 10-ൽ 7.5 അല്ലെങ്കിൽ 8 റേറ്റിംഗ് ഒക്കെ കൊടുക്കാനേ പറ്റുള്ളൂ. 10-ൽ 9, 10 ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത് ഈ സിനിമ കാണാനായിട്ട് വന്നത്. പക്ഷെ എന്തുകൊണ്ടോ കുറേയൊക്കെ ഒച്ചിലൂടെയൊക്കെ ഒന്ന് ഗംഭീരമാക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ എൻഡ് ഭാഗത്തിൽ ഒരു പഞ്ച് ഉള്ളത് കൊണ്ടാണ് 7.5 അല്ലെങ്കിൽ 8 വരെ 10-ൽ 8 വരെ റേറ്റിംഗ് കൊടുക്കാനായിട്ട് ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഏറ്റവും അവസാനം നമ്മൾ നാട്ടുമ്പുറത്തെ കട്ടപ്പന ആ ഒരു ഇടുക്കി ഭാഗത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിച്ചെങ്കിലും പക്ഷെ കൂടുതലൊന്നും അവിടുത്തെ കാണിക്കുന്നില്ല. കൂടുതലും കാണിക്കുന്ന ചെന്നൈ സിറ്റി, അവിടുത്തെ റേസിങ്ങും കാര്യങ്ങളും അതൊക്കെ പക്കയാട്ടോ. കാരണം അവിടുത്തെ ആ ഒരു റേസിംഗ് ഒക്കെ ഇത്രയും മനോഹരമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പിന്നെ ഇതിന്റെ എൻഡിങ് ഭാഗം കൊണ്ട് വെച്ചേക്കുന്നത് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വേറൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് നമ്മളെ ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു എൻഡിങ്ങും കൂടെ കൊണ്ട് ഈ സിനിമ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ഈ സിനിമ 100 കോടിക്കുള്ള സാധ്യതയുണ്ട്. അതിൽ കൂടുതൽ പോവോ ഇല്ലയോ എന്നൊക്കെ ഉള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.